ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ അഗോഡ ലോവർ ഫോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയ കല്ലങ്കോട് നിന്നും വീണ്ടും നമ്മൾ പോകുന്നത് വാഗത്തൂർ ബീച്ചിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ലോവർ ഫോർട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. വാഗത്തൂർ ബീച്ചിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അഗോഡ ലോവർ ഫോർട്ടിൽ നിന്നും തിരിച്ചെത്തിയ കല്ലങ്കോട് സർക്കിൾ. അപ്പോൾ കല്ലങ്കോട് സർക്കിളിൽ നിന്നും ഈ വഴിയിലോട്ട്, നോർത്ത് സൈഡിലോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ വാഗത്തൂർ ബീച്ചിലേക്ക് പോകുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ ശാന്താദുർഗ മന്ദിറും അതിനോട് ചേർന്ന് ചാപ്പൽ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ ചാപ്പലാണ്. അവിടെ നിന്നുള്ള വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കല്ലങ്കോട് നിന്ന് പുറപ്പെട്ടാൽ അടുത്ത് നമ്മൾ എത്തുന്നത് അർപ്പോറ എന്ന സ്ഥലത്താണ്. അപ്പോൾ അർപ്പോറ എത്തുന്നതിന് മുന്നേ നമുക്കൊരു വിശാലമായ അത്ര വിശാലമൊന്നുമല്ല, ചെറിയൊരു പാടമുണ്ട്. നമ്മുടെ നാട്ടിൽ പാലക്കാടോ കുട്ടനാടെന്നൊക്കെ പറഞ്ഞ പോലെ കൊയ്ത്ത് നെൽകൃഷി ചെയ്യുന്ന പാടമാണ്. അപ്പോൾ ഈ പാടം കഴിഞ്ഞാൽ പിന്നെ അർപ്പോറയാണ്. അതിന് മുന്നേ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന റോഡ് കാണാം. അത് ബാഗയ്ക്കൊക്കെ പോകുന്ന റോഡാണ്. ബാഗയ്ക്ക് നമ്മൾ മുന്നേ പോയതാണ്. ഇനി നമ്മൾ സീസൺ നല്ല തിരക്കാവുന്ന സമയത്ത് ഒന്നുകൂടി ബാഗയിൽ പോകാം. അപ്പോൾ ഈ പാടം അല്ല, കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ റോഡ് സൈഡിൽ തന്നെ ആളുകൾ ചാക്കിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ബാഗയിലേക്ക് പോണ റോഡാണത്. നമ്മൾ നേരെ പോയാലാണ് അർപ്പോറയിലെത്തുക. അപ്പോൾ നമ്മളിപ്പോൾ എത്തുന്നത് അർപ്പോറ ആണ്. കല്ലങ്കോട് കഴിഞ്ഞത് അതുപോലെ ചെറിയൊരു ടൗണ്. ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് നേരെയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോണ വഴിയും മപ്സയ്ക്ക് പോണ റോഡാണ്. മപ്സ മുൻവീടികളൊക്കെ പറഞ്ഞുള്ള സ്ഥലമാണ്. മപ്സയ്ക്ക് പോകുന്ന വഴിയാണ് വലത്തോട്ട് കാണുന്നത്. ബസ് വരുന്നത് മപ്സയിൽ നിന്നാണ്. നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ റൈറ്റ് സൈഡിൽ ചെറിയ ചർച്ച് കാണാം. നമുക്ക് നേരെ മുന്നോട്ട് പോയാൽ ഇവിടേക്ക് എത്തി അർപ്പോറയിൽ തന്നെയുള്ളൊരു അമ്പലമാണ്. ഈ അമ്പലം കഴിഞ്ഞ് അടുത്തത് നമ്മളിത് അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇടതുവശത്ത് ഒരു വാട്ടർ പാർക്കുണ്ട്. നമ്മുടെ ചെറിയൊരു വാട്ടർ പാർക്കാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പോകാവുന്ന ചെറിയ പാർക്ക്. നമ്മുടെ നാട്ടിലത്ര പാർക്കിൻ്റെ അത്രയൊന്നും വലിപ്പമില്ലെങ്കിലും ചെറിയൊരു പാർക്കാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഞ്ജുന സർക്കിൾ. ഇപ്പോൾ നമ്മൾ എത്തിയത് അഞ്ജുനയിലാണ്. ഈ പെട്രോൾ പമ്പ് നിൽക്കുന്ന അഞ്ജുനയിലാണ്. അഞ്ജുന ബീച്ച് ലെഫ്റ്റിലേക്ക് പോയാൽ അഞ്ജുന ബീച്ചാണ്. അഞ്ജുന ബീച്ചിലേക്ക് നമുക്ക് പിന്നെ പോകാം വാഗത്തൂർ ബീച്ചിൽ പോയതിന് ശേഷം. ഇതാണ് അഞ്ജുന സർക്കിള്. ഇത് ലെഫ്റ്റിലേക്ക് പോയാൽ അഞ്ജുന ബീച്ചിലൊക്കെ എത്താം. നമ്മൾ നേരെ പോകണം. അടുത്ത സർക്കിളിൽ നിന്നാണ്, അടുത്തൊരു ജംഗ്ഷനുണ്ട്. സർക്കിളല്ല, ചെറിയ ജംഗ്ഷനാണ്. ഇതാണ് ജംഗ്ഷൻ. ഈ റൈറ്റ് സൈഡിൽ ചെറിയൊരു ബാറാണ്, ലോക്കൽ ബാറാണ്, ബോബി ബാർ. ഈ ജംഗ്ഷന് ബോബി ബാർ ജംഗ്ഷൻ എന്നാണ് പറയുക. ലോക്കൽസ് കേട്ടോ, വലിയ അത്ര എല്ലാവർക്കും അറിയുന്ന പേരല്ല. ഈ ബോബി ബാറിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വാഗത്തൂർ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അഞ്ജുന വാഗത്തൂരിൽ 2 പെട്രോൾ പമ്പുണ്ട്. ഒരു പെട്രോൾ പമ്പ് നേരത്തെ തീർ കഴിഞ്ഞു. ഇവിടെ വാഗത്തൂർ പെട്രോൾ പമ്പ്. നമ്മൾ വന്ന വഴി കൂടെ നേരെ ക്രോസ് ചെയ്ത് മുന്നിലോട്ടാണ് കിടക്കേണ്ടത്. ഇവിടെ 4 വഴിയുണ്ട്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അല്ല പോകേണ്ടത്, നേരെയാണ് നമ്മൾ പോകേണ്ടത്. പെട്രോൾ പമ്പിൽ അതായത് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലാണ് കാണുന്നതാണ് പെട്രോൾ പമ്പ്. വഴി 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയാണ്. നമുക്ക് ലക്ഷ്യം വാഗത്തൂർ ബീച്ചാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ജംഗ്ഷൻ ഒരു 2 വഴി ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് ഇടതുവശത്തേക്ക് തിരിയുന്നു. നേരെ പോയാൽ ഇതാ
മുന്നിലെത്തി. ഇവിടെ വാഗത്തൂർ ബീച്ച് എത്താറായി. ഈ റൈറ്റ് സൈഡിലൊരു റെസ്റ്റോറൻറ്റ്, മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ്, ഫേമസ് റെസ്റ്റോറൻ്റാണ് വാഗത്തൂരിലെ. അപ്പോൾ മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. ഇനി നമ്മൾ വാഗത്തൂർ ബീച്ചിൽ എത്തി എന്ന് തന്നെ പറയാം. ഇനി ഏതാനും സെക്കൻഡ് കൊണ്ട് നമ്മൾ വാഗത്തൂർ ബീച്ചിലെത്തും. ഈ 2 വഴിയുണ്ട് വാഗത്തൂർ ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. ഒന്ന് ലെഫ്റ്റ് കാണുന്നു, റൈറ്റ് കാണുന്നു. നമുക്ക് ആദ്യം റൈറ്റ് കാണുന്ന വഴി കൂടെ പോവാം. റൈറ്റ് വഴി കൂടെ ബീച്ചിൽ പോയി ഇറങ്ങാം. അതിനുശേഷം മേൽഭാഗത്ത് ലെഫ്റ്റിലേക്ക് പിന്നെ വരാം. ഇവിടെ കാറിനും അതുപോലെ സ്കൂട്ടറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. ഇതാണ് വാഗത്തൂർ ബീച്ച്. ഇതിനെ മേലെ കാണുന്ന സ്ഥലം ചപ്പോറ ഫോർട്ടാണ്. അതിനപ്പുറം ചപ്പോറ നദി, ചെറിയൊരു നദിയുണ്ട്. നദിയുടെ തീരത്താണ് ഈ വാഗത്തൂർ ബീച്ചും അതുപോലെ നദി വന്ന് ചേരുന്ന സ്ഥലത്ത് തന്നെയാണ് വാഗത്തൂർ ബീച്ച്. അതുപോലെ ചപ്പോറ ഫോർട്ടും. ചപ്പോറ ഫോർട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് അതിനടുത്തായിട്ട് ചപ്പോറ ഫോർട്ടിലോട്ട് പോവാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചപ്പോറ ഫോർട്ടിലേക്കായിരിക്കും പോകുന്നത്. വാഗത്തൂർ ബീച്ച് നല്ല ബീച്ചാണ്. ആളുകൾക്ക് ഇറങ്ങാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഈ ബോട്ട് ക്രൂസ് എന്താ പറയുക, നമ്മളെ വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ടാവും സീസൺ സമയമാകുമ്പോൾ. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങും. കുറച്ച് ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അധികം ആളുകളില്ല. ചില ആളുകളാണ്, വളരെ കുറവ് ആളുകളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇവിടെയും കൊടി വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും, കൂടുതൽ സ്ഥലത്തും ഈ ചുവപ്പ് കൊടി വയ്ക്കുന്നുണ്ട്. കാരണം ഇത് അത്ര സേഫായിട്ടില്ല ബീച്ചിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇടതുവശത്ത് ദൂരെ കാണുന്നത് കുറച്ച് ചെറിയ ചെറിയ പാറക്കെട്ടുകളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ആ പാറക്കെട്ടിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ പാറക്കെട്ടുകളൊക്കെ എല്ലാം ചെറിയ ചെറിയ പാറക്കെട്ടുകളാണ്. അധികം ഡേഞ്ചറായിട്ടുള്ള പാറക്കെട്ടുകളൊന്നുമല്ല. അതിൻ്റെ മേലൊക്കെ കയറി നിൽക്കാം. കുറച്ചൊക്കെ മേലെ കയറി അവിടേക്കൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് വാഗത്തൂർ ബീച്ച്. പിന്നെ വാഗത്തൂർ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നൈറ്റ് പാർട്ടികൾ, മ്യൂസിക് പാർട്ടികളൊക്കെ നടക്കുന്നതാണ് സ്ഥലമാണ്. അപ്പോൾ മ്യൂസിക് പാർട്ടികൾക്കൊക്കെ വരേണ്ടവരൊക്കെ ഇഷ്ടംപോലെ വരുന്നൊരു സ്ഥലമാണത് മെയിനായിട്ട്.
അതുപോലെ ഈ എന്താ പറയുക, നമ്മൾ സൺബേൺ മ്യൂസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫേമസ് പ്രോഗ്രാമാണ്. അത് നടക്കുന്ന സ്ഥലം വാഗത്തൂരാണ്. ഡിസംബറിൽ അവസാനമൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ നിന്ന് മടങ്ങാം. ഇവിടുന്ന് മടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ സൈഡിൽ കൂടെ വന്നാലും അകത്തൊരു ബീച്ച് നോക്കി കാണാവുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറിയിട്ട് അവിടെയും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചു പോവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ താഴെ പോയ സ്ഥലമാണ് ഇപ്പോൾ ഇവിടുന്ന് മേലെ വന്ന് നോക്കി കാണുന്നത്. ഇവിടെ പുറത്ത് വന്നിട്ട് മേലെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇത്. ഇവിടെ മേലെ വന്ന് നോക്കി അങ്ങോട്ട് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ ആ ബീച്ചുകൾ നമ്മൾ നേരത്തെ കണ്ട പാറക്കൂട്ടങ്ങൾ കുറച്ച് താഴെയായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഗത്തൂർ ബീച്ച്. അപ്പോൾ നിങ്ങളൊക്കെ ഗോവയിൽ വരികയാണെങ്കിൽ വാഗത്തൂർ വരിക. ഇവിടെ നല്ല രസമായിട്ടുള്ള ബീച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാഗത്തൂർ ബീച്ചിൽ നിന്ന് മടങ്ങാം. നമുക്ക് അടുത്തൊരു മറ്റൊരു കേന്ദ്രത്തിലേക്ക് പിന്നെ പോകും.